ദർശന ഗ്ലോറിയ ഗ്രൂപ്പിൻ്റെ അംഗമായ ക്ലാര ജോസഫിൻ്റെ ഒരു യാത്രാ അനുഭവമാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ എല്ലാവരും യാത്രകൾ പോകുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് യാത്ര പോകണമെന്ന്. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് എനിക്കും ഇങ്ങനെയൊരു സ്ഥലങ്ങൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ബേക്കൽ കോട്ട ഉള്ളത്, ടിപ്പുവിൻ്റെ കോട്ട ഉള്ളത്, അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ വീട്ടുകാരെന്നെ കൊണ്ടുപോയി. കുറേ പേരുണ്ടായിരുന്നു. ആങ്ങളുടെ കൂട്ടുകാരും കുടുംബവും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് വണ്ടിയാക്കി പോയപ്പോൾ വീൽ ചെയറും കൊണ്ടുപോയി. അങ്ങനെ കാഞ്ഞങ്ങാട് ആ ബേക്കൽ കോട്ട മുഴുവനും എന്നെ കൊണ്ട് കാണിച്ചു. തിരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞു, ഇത്രയൊക്കെ വന്നതല്ലേ, നമുക്കെന്നാൽ കടൽ തീരവും കൂടെ കണ്ട് അവിടെ പോയി സൂര്യ അസ്തമനവും കണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ മണലിൽക്കൂടെ വീൽ ചെയർ ഉരുട്ടി കൊണ്ടുപോയത് മൂത്ത ആങ്ങളുടെ ഇളയ മകനാണ്. അവൻ കൊണ്ടുപോയി അവിടെ നിന്നെല്ലാം കണ്ട് കടലിൻ്റെ തിരകളെല്ലാം അടിച്ചു വന്ന് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭവമായിരുന്നു. അതും കഴിഞ്ഞ് വൈകുന്നേരമായി. ഇങ്ങനെ സൂര്യാസ്തമയമൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഐസ്ക്രീം എല്ലാം കഴിച്ച് അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വണ്ടി വീൽ ചെയർ ഉരുട്ടാൻ പറ്റുന്നില്ല. ആങ്ങളുടെ മകൻ ചിരിയും തുടങ്ങി. എല്ലാവരും പോയി, ആൻറ്റീനെ ഇവിടെ കടലിന് കൊടുത്തിട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞ് അവൻ ചിരി തുടങ്ങി. അപ്പോൾ ആങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഈ 2 പേർക്കും കൂടെ ഈ വീൽ ചെയർ പൊക്കി എടുത്ത് മാറ്റാമെന്ന് പറയുമ്പോൾ വീൽ ചെയറിൻ്റെ ടയർ ഒന്ന് റിങ്ങിൽ നിന്ന് തെന്നിപ്പോയതായിരുന്നു കാരണം. അപ്പോൾ ഒരു വശത്തേക്ക് വണ്ടി ചെരിച്ച് പിടിച്ചിട്ട് ഞാൻ വീഴാതെ നിർത്തി. അവർ ആ വീൽ ചെയറിൻ്റെ ടയർ കുടുക്കി ഇട്ട് തിരിച്ച് ഞങ്ങൾ അവിടെയൊക്കെ വീണ്ടും എല്ലായിടവും കണ്ട് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടി എല്ലാം കൊണ്ടുപോയി എല്ലാം കണ്ട് കേട്ടാണ് വന്നത്. പിന്നീട് വന്നപ്പോൾ ഒട്ടകത്തിനെ കാണാൻ കഴിഞ്ഞു. ഒട്ടകത്തിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ആങ്ങളുടെ മകൻ, ഇനി ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണോ ആൻറ്റിക്ക്? പേടിക്കണ്ട, ഞാനങ്ങ് എടുത്ത് ഇരുത്തിയേക്കാമെന്ന് എന്നെ പറഞ്ഞ് കളിയാക്കി. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ യാത്രാ അനുഭവം. എനിക്കിനിയും യാത്രകൾ പോകാൻ വലിയ ഇഷ്ടമാണ്. അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒത്തിരി യാത്രകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. കാഴ്ചകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ. അത് ആസ്വദിക്കുന്ന ഒരു പ്രത്യേക ഇതാണ്. അങ്ങനെ വയനാട്ടിൽ പോയതും ഭയങ്കര യാത്രാ അനുഭവങ്ങളുണ്ടായിരുന്നു. പലയിടങ്ങളിൽ പോകാൻ കഴിഞ്ഞു. ഒരു ഉത്സവത്തിന് പോയ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു. അവിടെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനും അവിടെ വീൽ ചെയർ ഇല്ലാതെ അനിയത്തിയുടെ ഭർത്താവ് പോയി വാങ്ങിക്കൊണ്ട് വന്ന് കൊണ്ടുപോയി കാണിക്കുകയും എല്ലാം ചെയ്തു. അവിടെയും കാണാനുള്ള സ്ഥലങ്ങളെല്ലാം മിക്കയിടത്തും പോകാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. ഇനിയും കഴിയുമെങ്കിൽ യാത്രകൾ പോകണം. എന്തായാലും വീട്ടിലുള്ളവർ തനിച്ച് എന്നെ എവിടെയും വിടാത്തതാണ് പ്രശ്നം. മറ്റുള്ള കൂട്ടുകാർ പോകുമ്പോൾ പറയും, ഞങ്ങൾ യാത്ര പോകുന്നുണ്ട്, നീ വരുന്നോ എന്ന് ചോദിച്ചാലും വീട്ടിലുള്ളവർ തനിച്ച് വിടില്ല. അവർക്കൊരു പേടി പോലെ. എങ്ങനെയായിരിക്കും, ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാൻ അവരൊരവസരവും കൊടുക്കാറില്ല. അത് കാരണം അവരെവിടെയെങ്കിലും പോകുമ്പോഴൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ സാധിച്ചു തരാറുണ്ട്. ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഓണക്കാലവും ആസ്വദിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഓണത്തിന് ആങ്ങളുടെയും കുടുംബത്തിൻ്റെയും കൂടെ ഒരു തിയേറ്ററിൽ പോയി പടം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണേലും പോവും. അങ്ങനെ ഇരിക്കുന്നു. ഇനിയും യാത്രാ വിവരണങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. മനസ്സിൽ നിറഞ്ഞ യാത്രകളിലാണല്ലോ ഒഴുക്കുകൾ നിറയ്ക്കുന്നത്. അത്രമാത്രം യാത്രയെ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. സ്വന്തമായി കാണാൻ പോകാൻ കഴിയാത്തതിലുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടെ എപ്പോഴും കഴിയണം. എല്ലാവരും നമ്മളെപ്പോലെ ആകുമ്പോൾ യാത്രകൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരാണെങ്കിലും എനിക്കൊരു മടിയുമില്ല. ഞാൻ എങ്ങനെ മുട്ടുകുത്തി നടന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പോകുമെന്ന് വിചാരിക്കുന്ന ഒരു മടിയൊന്നും എനിക്കില്ല. ഞാൻ അതിൻ്റേതായ രീതിയിൽ അങ്ങ് പോകും. അത് കാരണം അങ്ങനെ ഒരു ചമ്മൽ കാരണം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കരമാണ് ഇഷ്ടം. യാത്രകൾ ഏത് രീതി ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും എല്ലാവരുടെയും കൂടെ ആയിരിക്കണമെന്നേ ഉള്ളൂ. അവർക്ക് താല്പര്യം ഒറ്റയ്ക്ക് വിടാൻ ഇഷ്ടമില്ല. അവർ പോകുമ്പോൾ കൊണ്ടുപോയി കാണിക്കാമെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് എവിടെയും പോകാനുള്ള ശ്രമമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അതനുസരിച്ച് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സ്വന്തമായ ഒരു ഇഷ്ടത്തിന് ഞാൻ മുന്നോട്ട് ഇറങ്ങി തിരിക്കാറില്ല. വീട്ടുകാരുടെ ഇഷ്ടത്തിന്